ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് പരാജയമെന്ന രോഗം ഭേദമാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന്. ആത്മവിശ്വാസം ഉണ്ടാവുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഉണ്ടാകുമ്പോഴല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുമ്പോഴാണ്. ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. ആരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം വെളിച്ചം ഉണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പം ഉണ്ടാവൂ. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങൾ ഇല്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. 1000 തിരികൾ ഒരുമിച്ച് തെളിഞ്ഞാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം പരിമിതികളാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്തെന്നറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. കാരണം അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാവാം. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനും ആക്കുന്നു. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു, എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. നമ്മൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. അവനവൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ കഠിനാധ്വാനം, ത്യാഗം, ആത്മവിശ്വാസം, നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത്. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. വീഴ്ചകളൊന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മാഹാത്മ്യം. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത് എന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവരിൽ നിന്ന് ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെയുണ്ടാവുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവർ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കും.